ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ നാലാമത്തെ ഓട്ടോ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ലോക്കിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അപ്പം ചോദിക്കും, ഇതിൻ്റെ അകത്ത് സെൻട്രൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യം ചോദിക്കാം. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല, കാരണം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മളൊരു സെൻട്രൽ ലോക്കിൻ്റെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കടന്ന് സെൻട്രൽ ലോക്ക് റിപ്പയർ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ അത്രത്തോളം സക്സസ് ആയില്ല. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള സെൻട്രൽ ലോക്ക് ഇത് വിൽക്കുകയാണ്. അപ്പോൾ ഒരു കടയിൽ ചോദിച്ചപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഒരു ഡിമാൻഡാണ്. പഴയ വണ്ടി ആയതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല, വയറിംഗ് എല്ലാം ചെയ്യണം. അതാണ് ഇതിൽ വയറിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് ചെയ്തപ്പോൾ എല്ലായിടത്തും കളഞ്ഞു. വീണ്ടും നമ്മൾ റീവയർ ചെയ്യേണ്ടതായിട്ട് വന്നു. മൊത്തം വയറുകൾ നമ്മൾ ഇടേണ്ടി വന്നു. അപ്പോൾ വയറെല്ലാം നമ്മളൊരു കണക്കിന് നമ്മൾ ചെയ്തുകൊണ്ട് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഈ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ആക്സസറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പട്ടി കടിച്ച് കുറച്ച് പോലെയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് വണ്ടികൾക്ക് ഭയങ്കര ദോഷമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായ സ്ഥലങ്ങളിൽ നിന്നും അത് ആംബിയർ ഡ്രോപ്പ് ചെയ്യുന്ന അവിടെ നിന്നും പോയിൻറ്റ്സൊക്കെ ടാപ്പ് ചെയ്തെടുത്ത് കറക്റ്റ് ക്രിമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഗേജ്, നല്ല വയറുകൾ തന്നെയാണ് ഞാൻ ഇട്ടത്. ഇൻഡസ്ട്രിയൽ ഗ്രേഡുള്ള വയറുകൾ തന്നെയാണ് ഇട്ടത്. എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞു. ഒറിജിനൽ ആക്സെൻറ്റിൻ്റെ തന്നെ പോയി എടുത്തിട്ട് വന്നിട്ടുള്ള സെൻട്രൽ ലോക്കിൻ്റെ ഇതാണ് നമ്മൾ വെച്ചത്. 2 എണ്ണം അല്ലാത്ത ഒരു സോളിനോയിഡും, അതല്ലാതെ ബാക്കിയെല്ലാം ഒറിജിനൽ ആക്സെൻറ്റിന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കയറ്റിയത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം കയറ്റുമ്പോൾ ഇത് ഓട്ടോമോട്ടീവായിട്ട് വരുന്ന ഒരു ഗ്രേഡിൽ വരുന്നതല്ലാത്തതുകൊണ്ട് തന്നെ അത് നമ്മളിനി എപ്പോക്സി അടിക്കണം. അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. കാരണം ഞാൻ ഇലക്ട്രോണിക് സർക്യൂട്ടാണ്, എന്തുകൊണ്ട് എപ്പോക്സി ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഓട്ടോമോട്ടീവ് ഗ്രേഡ് ആയിട്ടുള്ള ഫ്യൂസസും അതേപോലെ തന്നെ അതിന് പറ്റുന്ന ഗേജുള്ള വയറുകളും അതിൻ്റെ ഒരു ക്ലിമ്പിങ് ആയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വയറുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. മറ്റേതുപോലെ കിട്ടുന്ന വയറെടുത്ത് ചാമ്പി അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇത് സൈറണിലുള്ളൊരു വയർ ഇട്ടിട്ടുണ്ട്. സൈറൺ നമ്മുടെ ഇല്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് സൈറൺ വരും. അതേപോലെ തന്നെ ഇൻഡിക്കേഷൻ ലാമ്പ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് എത്തുമല്ലോ, അതിൻ്റെ വയറിങ് കൂടെ കൊടുക്കണം. നമ്മൾ നോക്കി വന്നപ്പോഴത്തേനും ഗിയർ ഇതിൻ്റെയൊക്കെ കുറച്ച് ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. പിന്നെ അവിടെ നമുക്ക് വരുന്ന ആ ഒരു ഡാഷ് ബോർഡിൻ്റെ നമ്മൾ വണ്ടിയുടെ ഫുള്ള് നമ്മൾ പിന്നീട് റിവ്യൂ ചെയ്യാം. വണ്ടിയുടെ ഫുള്ള് നമ്മൾ മാറ്റിയായിരുന്നു. സീറ്റും ഇൻറ്റീരിയർ ഫുള്ള്, നമ്മുടെ പഴയ വണ്ടി കണ്ടാൽ അറിയാം, ഇൻറ്റീരിയർ ഫുള്ള് ഒരു ഓറഞ്ച് കളറും കാര്യങ്ങളും ആയിരുന്നു. ഇതെല്ലാം മാറ്റി. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് പിന്നീട് വരാം. ഇപ്പോൾ ബൈ.